ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ അത് ഇന്നലകളിലാണെങ്കിലും ഇന്നാണെങ്കിലും അത് ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുമല്ലോ എന്നുള്ളൊരു പേടി. ആ പേടി തന്നെയാണ് ഇവന്മാരെ ഈ രീതിയിലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി പറയുകയുണ്ടായത്, അതായത് ഈ സംഘികളുടെ മെഴുകലിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കത്തില്ല, സംഘികളുടെ ഈ പറയുന്ന ഒരു മുദ്രയിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അധികാരങ്ങളും സംഘികൾക്ക് ഞങ്ങൾ എഴുതി കൊടുത്തു എന്നല്ല പറയുന്നത്. അതിലെപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കേരളത്തിന് തീരുമാനം മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒപ്പ് വെച്ചതിൽ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തീരുമാനം എടുത്തുകൊണ്ട് ആ ഒരു പദ്ധതി റദ്ദാക്കാൻ സാധിക്കുമെന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം മാത്രമാണ് അതെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു ഒപ്പിട്ട് ചാണക സംഖ്യകൾക്ക് കൊടുത്തു വിട്ടൊരു സാധനം ഇനി അത് വി ശിവൻകുട്ടി അല്ല, വി ശിവൻകുട്ടിയുടെ അടുത്തുള്ള ആര് വിചാരിച്ചാലും, ഇനി ഈവൻ മുഖ്യമന്ത്രി വിചാരിച്ചാൽ പോലും അതിലൊരു ചേഞ്ചും വരുത്താൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് MK സ്റ്റാലിൻ എന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി, അയാളുടെ ആണത്തവും നട്ടലുമാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന എല്ലാവരുടെയും നട്ടൽ ആരുടെയും മുൻപിൽ